ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ രാഘവേട്ട, എന്താ ഉണ്ടായേ? വിഷ്ണുന്റെ ജീപ്പേ അവിടെ ചേലക്കപ്പാറ സ്ഥലത്ത് ഉപേക്ഷിച്ച് കിടക്കാന്ന്. അയ്യോ, അവ അതില്ലെന്ന്. ആരാ രാഘവേട്ട ഇപ്പൊ വിളിച്ചത്? രോഹിത, അവനും കൊച്ചുങ്ങളൊക്കെ അതിന്റെ അടുത്തുണ്ടെന്ന്. വിഷ്ണു അച്ഛനെ കാണുന്നില്ലല്ലോ സത്യ. ഇപ്പൊ വരും പപ്പി. വരുന്നുണ്ട്, പക്ഷെ അച്ഛനാണെന്ന് മാത്രം. അച്ഛാ, വിഷ്ണു അച്ഛൻ വന്നില്ലേ? അല്ല, ഈ വിഷ്ണു അച്ഛനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കണം തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ല. വിളിച്ചോണ്ട് പോവാ അച്ഛൻ വരാന്നാ പറഞ്ഞത്. ആ അതെ, കാണാത്തോണ്ടാണല്ലോ അങ്കിൾ വന്നത്. ചിലപ്പോഴേ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ വിഷ്ണുപുരം എവിടെ ഉണ്ടാവും. അതെ, നമുക്ക് യാത്ര പോണ്ടല്ലേ. വാ വാ, കേറ് കേറ്, വാ. ആ, കേറിക്കോ. ശരിയേട്ടാ. ഓക്കെ. എല്ലാരും ഒരുങ്ങിയോ അച്ഛാ? ആ, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും കൂടെ പോകുമ്പോ നല്ല രസമായിരിക്കല്ലേ പപ്പി? നല്ല രസമായിരിക്കും. അച്ഛന്റെ ജീപ്പ്. അച്ഛന്റെ ജീപ്പോ? അതെ അങ്കിളെ, അച്ഛന്റെ ജീപ്പ് അവിടെ കിടക്കുന്ന ഞാൻ കണ്ടതാ. ആ, അത് വിഷ്ണുച്ചന്റെ ജീപ്പ് അല്ല. നോക്കാം. ഈ വണ്ടി തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇത് എവിടെ പോയി? വിഷ്ണു ബ്രോ, വിഷ്ണു ബ്രോ, വിഷ്ണു ബ്രോ, അച്ഛാ, വിഷ്ണു എവിടെയാ അച്ഛാ? ഇത് എങ്ങോട്ട് പോയി? കാണുന്നില്ലല്ലോ സത്യ. ഇവിടെയെങ്ങും അച്ഛനെ കാണുന്നില്ലല്ലോ അങ്കിളെ. എന്തേ അച്ഛൻ എടുക്കുന്നില്ലേ? ഇല്ല, സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ. ഇനിയിപ്പോ എന്താണെങ്കിലും നമ്മൾ ചെയ്യാ. അച്ഛൻ എങ്ങോട്ടാ പോയേ? അറിയില്ല, നോക്കാം. രോഹിത് പറ. ഇവിടെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ചേലക്കപ്പാറയ്ക്ക് സമീപം വിഷ്ണുബ്രോയുടെ ജീപ്പ് കിടപ്പുണ്ട്. പക്ഷേ വിഷ്ണുബ്രോയെ കാണുന്നില്ല. എങ്ങും പോയില്ല. ഞാനിപ്പോ അങ്ങോട്ട് വരാം. രോഹിത് അവിടെ തന്നെ കാണണം. ആ, ഞാനും കുട്ടികളും ഉണ്ട്. ശരി. എന്താ അങ്കിളെ? അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. രാവിലെ കുട്ടികളെ ആക്കാൻ പോയ വിഷ്ണുട്ടൻ ജീപ്പ് അവിടെ ഇട്ടിട്ട് എങ്ങോട്ട് പോയി? എന്താ മാഡം? നമുക്കേ
ചേലയ്ക്കപ്പാറ വരെ ഒന്ന് പോണം. രാമേട്ടാ, ആ വണ്ടി ചേലയ്ക്കപ്പാറയിലേക്ക് വിട്. ആരെയാ അച്ഛാ വിളിക്കുന്നേ? ഏ ആ അച്ഛനെ മോളെ. ഇതൊക്കെ ഞാൻ ആ പിള്ളയെ നേരത്തെ പറഞ്ഞേൽപ്പിച്ചതാ. അപ്പൊ ഭാമ ഏതാണ്ടൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് അതിന്റെ പിന്നാലെ പോയി. സാരമില്ല സാറേ, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കേണ്ട കാര്യമില്ലേ? സമയത്തൊന്ന് ചെയ്യണേ. ആ രോഹിത, എടാ രോഹിത്തെ, നീ ഇതെവിടാടാ? എടാ, ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പെടുത്തണം അറിയാമോ? നിന്നെയും കാണുന്നില്ല, നിന്റെ ആ ബ്രോയും കാണുന്നില്ല. അച്ഛാ, ഞാൻ കുട്ടികളെ വിളിക്കാനായി പോന്നതാ. ഇത്രയും നേരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഞങ്ങളിതേ കൊണ്ടുപോകാനുള്ള തേങ്ങയൊക്കെ പൊതിച്ച് ചാക്കിലാക്കുവാ. എടാ, ഗണപതി കോവിൽ അടിക്കാനുള്ള ഇല്ലയോ? ഓ, വിഘ്നങ്ങൾ വരുത്താതെ കാര്യങ്ങൾ നടത്തുവാൻ ഭഗവാനെ പ്രീതിപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എടാ വിഷ്ണു, ഇത് എന്തിയേ? രാവിലെ മുതൽ അവനെ എവിടെ തിരക്കുന്നതല്ലേ? എവിടെയെങ്കിലും പോകാതെ അവന് പറഞ്ഞിട്ട് പോകൂടെ? ഫോണും എടുക്കുന്നില്ല. ആ, എടാ, നിന്നോടവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അച്ഛാ, ഞാനത് പറയാനാ വിളിച്ചത്. വിഷ്ണുബ്രോയുടെ ജീപ്പ് ഇവിടെ സ്കൂളിനടുത്തുള്ള ചേലയ്ക്കപ്പാറ എന്ന സ്ഥലമില്ലേ, അവിടെ കിടപ്പുണ്ട്. ആ ജീപ്പ് കിടപ്പുണ്ടെങ്കിൽ അപ്പൊ അതിനടുത്ത് എവിടെയെങ്കിലും കാണൂടാ? ഇല്ല അച്ഛാ, വിഷ്ണുബ്രോ ഇവിടെ എങ്ങും ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാ അവൻ പിന്നെ അതോടെ പോയി. അതെനിക്കറിയില്ല അച്ഛാ. വിഷ്ണുബ്രോയ്ക്ക് എന്തോ പറ്റിയെന്നൊരു തോന്നല്. എന്തു പറ്റാനാടാ? എന്തു പറ്റിയെന്നാ? എന്റെ കൊച്ചു എന്തോ പറ്റിയെന്ന് പറയുന്നേ? അച്ഛാ, ഭാമേ, അച്ഛാ, ഹലോ. ഭാമേ, എന്താ സാറേ? വിഷ്ണുവിനെ കാണാനില്ലെന്ന്. അവൻ ജീപ്പ് അവിടെ കിടക്കുന്നെന്ന്. ഇനിയിപ്പോ അവൻ എന്തെങ്കിലും പറ്റിയാവോ? വിഷ്ണുബ്രോ, വിഷ്ണുബ്രോ. എന്താ വെച്ചാ നമ്മളിത് ചെയ്യാ? അല്ല, ചേച്ചിയമ്മ വരട്ടെ, നമുക്ക് നോക്കാം. ഭാമേ, എന്താ രാഘവേട്ട, എന്താ ഉണ്ടായേ? വിഷ്ണുവിന്റെ ജീപ്പേ അവിടെ ചേലക്കപ്പാറ സ്ഥലത്ത് ഉപേക്ഷിച്ച് കിടക്കാന്ന്. അയ്യോ, അവൻ അതില്ലെന്ന്. ആരാ രാഘവേട്ട ഇപ്പൊ വിളിച്ചത്? രോഹിത, അവനും കൊച്ചുങ്ങളൊക്കെ അതിന്റെ അടുത്തുണ്ടെന്ന്. പക്ഷെ വിഷ്ണു മാത്രം ജീപ്പിനടുത്തില്ലാന്ന്. ഈ സമയത്ത് അവൻ എവിടെ പോയി? എന്റെ കുഞ്ഞിനെ ഒരാമത്തിന് കൊണ്ട് ചാടിക്കല്ലേ ഭഗവാനെ.